ശരീരത്തിലെ കൊഴുപ്പിനെ കളയാൻ സഹായിക്കുന്ന ഫാറ്റ് ലോസിനുള്ള ഒരു ഫുൾ ഡേ ഡയറ്റ് പ്ലാൻ. ഒരു ദിവസം നമ്മൾ എന്താണ് കഴിക്കേണ്ടത് എന്നുള്ള എല്ലാ കാര്യങ്ങളാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറയാനായിട്ട് പോകുന്നത്. നമ്മുടെ കിച്ചണിൽ തന്നെ വളരെ ഈസി ആയിട്ട് കിട്ടുന്ന കുറച്ച് കാര്യങ്ങളും കൂടിയാണ് കേട്ടോ. പക്ഷെ ഞാൻ ചില കാര്യങ്ങളുടെ റെസിപ്പീസും കൂടി ഇവിടെ പറയുന്നുണ്ട്. അതുപോലെ ഏതൊക്കെ അളവിൽ, ഏതൊക്കെ രീതിയിൽ, ഏത് സമയത്ത് കഴിക്കണം ഇതും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. പിന്നെ ഒരു കാര്യം, ഞാനിവിടെ കാലറി മെൻഷൻ ചെയ്യുന്നില്ല. കാരണം കാലറിനേക്കാൾ കൂടുതൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എന്താണോ, എത്ര രീതിയിലാണോ, അതാണ് കുറച്ചും കൂടി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക. തടി കുറയ്ക്കുന്നവരാണെങ്കിൽ സ്പെഷ്യൽ ആയിട്ട് കാണണം. എന്തൊക്കെയാണെന്ന് അറിയാനായിട്ട് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ ആദ്യം തന്നെ ബ്രേക്ക്ഫാസ്റ്റിലേക്ക് കടക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ എഴുന്നേറ്റ് ചെയ്യേണ്ട കുറച്ച് റുട്ടീനാണ് പറയുന്നത്. നിങ്ങൾ ബെഡിൽ നിന്ന് എഴുന്നേറ്റപ്പം തന്നെ ബെഡിന്റെ അടുത്തായിട്ട് ഒരു 2 ഗ്ലാസ് വെള്ളം വെക്കാനായിട്ട് നോക്കുക. ഗ്ലാസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചില്ലിന്റെ ഗ്ലാസ് യൂസ് ചെയ്യാം, മൺപാത്രം യൂസ് ചെയ്യാം, കോപ്പറിന്റെ ഉപയോഗിക്കാം, ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. പ്ലാസ്റ്റിക്കിന്റെ ബോട്ടിൽ ആകാതിരിക്കണം. അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഏകദേശം 2 ഗ്ലാസ് വെള്ളം വെക്കുക. എഴുന്നേറ്റിയ ഉടനെ ഈ ഒരു 2 ഗ്ലാസ് സിപ്പായിട്ട് പതുക്കെ പതുക്കെ മെല്ലെ നമ്മുടെ വായയിൽ ഉമിനീരുമായിട്ട് മിക്സ് ചെയ്ത് അങ്ങനെ നിങ്ങൾ കുടിക്കാനായിട്ട് നോക്കുക. മലബന്ധത്തിന് പ്രശ്നങ്ങളുള്ളവരാണെങ്കിൽ മലാസന പൊസിഷനിൽ ഇരുന്നിട്ട് വെള്ളം കുടിക്കാം. എന്നിട്ട് നിങ്ങൾക്ക് ഫ്രഷ് ആവണമെങ്കിൽ ഫ്രഷ് ആയിട്ട് വന്നിട്ട് ഒരു അരമണിക്കൂർ എക്സസൈസ് ചെയ്യാനായിട്ട് നോക്കുക. എക്സസൈസ് അല്ലെങ്കിൽ യോഗ, നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അതനുസരിച്ച് നിങ്ങൾ ചെയ്യുക. ഇപ്പൊ വീട്ടമ്മമാരാണ്, നിങ്ങൾക്ക് രാവിലെ എഴുന്നേറ്റ് സമയം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു അരമണിക്കൂർ മുന്നേ എഴുന്നേറ്റ് നിങ്ങൾ എക്സസൈസ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. അതിനും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഈവനിങ് വന്നതിന് ശേഷം രാത്രിയിലത്തെ ഡിന്നറിന് മുന്നേ ആയിട്ട് ഒരു അരമണിക്കൂറെങ്കിലും അറ്റ്ലീസ്റ്റ് എക്സസൈസ് ചെയ്യാനായിട്ട് നോക്കണം. ഈ ഒരു കാര്യം ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. കാരണം എക്സസൈസ് എന്ന് പറഞ്ഞാൽ പലരും മടിച്ചിട്ട് അത് വിടാറുണ്ട്. പക്ഷെ ഇതും നമ്മുടെ ശരീരത്തിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ എക്സസൈസ് ദിവസത്തിൽ ഒരു അരമണിക്കൂർ നിങ്ങൾ ചെയ്യാനായിട്ട് നോക്കുക. എന്നിട്ട് രാവിലെ എക്സസൈസ് ഒക്കെ കഴിഞ്ഞ് നിങ്ങൾ എന്താണ് ജോലി അതൊക്കെ ചെയ്തിട്ട് കുളിച്ച് ഫ്രഷ് ആയി രാവിലെ നമ്മുടെ ആദ്യത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇനി പോകുന്നു. അപ്പൊ ബ്രേക്ക്ഫാസ്റ്റിൽ നമ്മൾ ആദ്യം കഴിക്കുന്ന ഒരു കാര്യമാണ് ഒരു പഴം. പഴം എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും തടി കൂട്ടുകയല്ലേ ചെയ്യാന്നുള്ള ഒരു കാര്യം. അങ്ങനെയല്ല. നിങ്ങൾ പഴം കട്ട് ചെയ്തതിന് ശേഷം അതിന്റെ മുകളിൽ കൂടെ കുറച്ച് കുരുമുളക് പൊടി ഇങ്ങനെ വിതറിയിട്ട് കൊടുക്കുക. ഇത് നിങ്ങൾ വെറും വയറ്റിൽ കഴിക്കുന്നതിലൂടെ നമ്മുടെ തടി കുറയ്ക്കുകയാണ് ചെയ്യുക. അതുപോലെ തന്നെ പഴത്തിൽ സ്പെഷ്യൽ സ്റ്റിറോൾ കോമ്പൗണ്ട് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് നമ്മുടെ ഫാറ്റ് ലോസിനെ നന്നായിട്ട് സഹായിക്കും. ഇനി പഴം നിങ്ങൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക കേട്ടോ. നമ്മുടെ ഈ തൊലി ഭാഗം ഉണ്ടല്ലോ, ഉള്ളിലത്തെ തൊലി ഭാഗം അത് ജസ്റ്റ് ഒന്ന് ചുരണ്ടി എടുക്കുക. കാരണം അതിൽ കുറച്ച് കാൽഷ്യം അതുപോലെ തന്നെ സ്പെഷ്യൽ ന്യൂട്രിയൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് നമ്മുടെ ശരീരത്തിന് നല്ലതാണ്. അപ്പൊ കട്ട് ചെയ്യുന്ന സമയത്ത് ഇതും കൂടി ശ്രദ്ധിക്കാനായിട്ട് നോക്കുക. ഒരു പഴം മാത്രം കഴിച്ചാൽ മതി. കുറച്ച് കുരുമുളക് പൊടി ഇങ്ങനെ നുള്ളിയിട്ടിട്ട്, കാരണം പിന്നാലെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് വരുന്നുണ്ട്. ഇതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് സ്പ്രൗട്ട്സ് ഇല്ലേ, മുളപ്പിച്ച പയറ് വർഗ്ഗങ്ങള്, ചെറുപയർ അല്ലെങ്കിൽ കടല, എന്താണ് നമ്മുടെ കയ്യിലുള്ളത് അത് മുളപ്പിച്ച് വെക്കുക. കുറച്ച് നിങ്ങൾ ഇങ്ങനെ മുളപ്പിച്ച് വെക്കുന്നത് നല്ലതായിരിക്കും. എന്നിട്ട് നമുക്ക് എത്രത്തോളം ആവശ്യമുണ്ടോ, ഒരാൾക്കെന്ന് പറയുമ്പോൾ അധികം ഒന്നും ആവശ്യം ഉണ്ടാവില്ലല്ലോ, കുറച്ച് മാത്രം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളവും ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് അരയ്ക്കുക. അരച്ചിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ, സബോള, തക്കാളി, ക്യാരറ്റ്, എന്താണോ നമുക്ക് ഇഷ്ടം അതൊക്കെ ഇട്ടിട്ട് ഒരു തവയിൽ നമ്മൾ കുറച്ച് മാത്രം എണ്ണ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തടവി കൊടുത്താൽ മാത്രം മതി. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഈ ബാറ്ററും കൂടി ഒഴിച്ച് ഒരു ദോശ രൂപത്തിലാക്കുക. ദോശ ഉണ്ടാക്കാം, മൂത്തപ്പം ഉണ്ടാക്കാം, നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം ആ റെസിപ്പി നിങ്ങൾ ഉണ്ടാക്കുക. പിന്നെ ഉണ്ടാക്കുന്ന സൈസ് എന്ന് പറയുന്നത് ഇത്രയും ഒരു വലിപ്പമാണെങ്കിൽ ഏകദേശം ഒരെണ്ണം അല്ലെങ്കിൽ മാക്സിമം 2 എണ്ണം അത്ര മാത്രം കഴിച്ചാൽ മതി. അതിന്റെ കൂടെ ചട്നി ആയിട്ട് നിങ്ങൾക്ക് തേങ്ങയുടെ ചട്നി കഴിക്കണ്ട, തക്കാളി കൊണ്ട് ചട്നി ഉണ്ടാക്കാം, അല്ലെങ്കിൽ നമുക്ക് മല്ലിയില, എന്താണോ നമുക്ക് ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കട്ട തൈര്, കുറച്ച് തൈരിൽ കുറച്ച് കുരുമുളക് പൊടി ഉപ്പും കൂടി ഇട്ടിട്ട് അങ്ങനെയും നിങ്ങൾക്ക് കഴിക്കാം. ഏതെങ്കിലും ഒരു ഫോമിന്റെ കൂടെ നിങ്ങൾക്ക് ഈ ഒരു ദോശ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാം. ഇനി നമ്മുടെ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം വെള്ളം കുടിക്കാനും കൂടി നിങ്ങൾ മറക്കരുത്. വെള്ളം അത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ രാവിലെ നമ്മൾ പഴം കഴിച്ചു, അതിനുശേഷം നമ്മൾ നമ്മുടെ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് സ്പ്രൗട്ട് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ദോശ, ഇഡ്ഡലി അല്ലെങ്കിൽ ഊത്തപ്പം, ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടം ഏതെങ്കിലും ഒന്ന് കഴിക്കുക. ശേഷം വെള്ളം കുടിക്കുക. ഇനി നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചിന്റെയും ഇടയിൽ നിങ്ങൾക്ക് വിശക്കുന്നുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ സീസണൽ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഫ്രൂട്ട് കഴിക്കാവുന്നതുമാണ്. ഏതെങ്കിലും ഒരു പഴം, ആപ്പിള്, ഏതാണോ നിങ്ങൾക്ക് ലഭിക്കുക അത് നിങ്ങൾ ഒരെണ്ണം കഴിക്കാനും കൂടി ശ്രദ്ധിക്കുക. ഇനി നമ്മുടെ ലഞ്ചിലേക്ക് കിടക്കുകയാണെങ്കിൽ നിങ്ങൾ ഇവിടെ ഒരു പ്ലേറ്റ് പോലെ ഇമാജിൻ ചെയ്യുക. ഈ ഒരു പ്ലേറ്റിൽ നമ്മൾ ഒരു പോർഷനിൽ നമ്മൾ എടുക്കുന്നത് റൈസ്, ചോറാണ്. ചോറിന് കൂടുതലായിട്ട് നിങ്ങൾക്ക് ബ്രൗൺ റൈസ് കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. ഒരു കൈപ്പത്തി ഒരു കൈപ്പത്തി മാക്സിമം നിങ്ങൾ ഒരു കൈപ്പത്തി ചോറ് എടുക്കുക, ബ്രൗൺ റൈസ്. രണ്ടാമത്തെ പോർഷനിൽ നമ്മൾ വെക്കുന്നത് എന്തെങ്കിലും പയറ് പരിപ്പ് വർഗ്ഗങ്ങളുടെ കറി, പരിപ്പായിക്കോട്ടെ, കടലയായിക്കോട്ടെ, ചെറുപയറ്, ഏതാണ് നിങ്ങൾ ഉണ്ടാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പയറ് പരിപ്പ് വർഗ്ഗങ്ങളുടെ ഒരു കറി നിങ്ങൾ ഒരു ബൗളിൽ വെക്കുക. മൂന്നാമത്തെ ഒരു പ്രൊപ്പോർഷനിൽ നമ്മൾ വെക്കുന്നതാണ് തോരൻ. എന്തെങ്കിലും ഒരു പച്ചക്കറി കൊണ്ട് നിങ്ങൾ എന്തെങ്കിലും തോരൻ, ഉപ്പേരി പോലെ വെക്കുകയാണെങ്കിൽ അത് നിങ്ങൾ മറ്റൊരു പ്രൊപ്പോർഷനിൽ വെക്കുക. ഒരു 2 കയ്യിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. കൂടുതൽ നമ്മളിവിടെ പരിപ്പ് വർഗ്ഗങ്ങളും പച്ചക്കറികളും ഒക്കെയാണ് കൂടുതലും കഴിക്കുന്നത്. കാർബോഹൈഡ്രേറ്റ്, ചോറിന്റെ അളവ് വളരെ കുറച്ചായിട്ടാണ് കഴിക്കുന്നത്. ഇത് കഴിക്കുമ്പോൾ തന്നെ നമുക്ക് ഇതിന്റെ വയറ് നന്നായിട്ട് ഫിൽ ആവുന്ന പോലെ നമുക്ക് തോന്നും.
അപ്പൊ ഈ ചോറിന് പകരം അപ്പൊ നമ്മുടെ ഈ തോരൻ നമ്മൾ ഉപയോഗിക്കുക. തോരൻ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സാലഡ് ഉപയോഗിക്കാം. ക്യുക്കമ്പർ ആയിക്കോട്ടെ, ക്യാരറ്റ് ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരു സാലഡ് ഇതിന്റെ പകരമായിട്ട് നിങ്ങൾ വെക്കാനായിട്ട് നോക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഉച്ചയ്ക്ക് കഴിക്കുന്നത്. ചോറ്, പരിപ്പ്, പയറ് വർഗ്ഗങ്ങളിൽ എന്തെങ്കിലും കറി, അതുപോലെ തോരൻ അല്ലെങ്കിൽ സാലഡ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കഴിക്കുന്ന മറ്റൊരു കാര്യമാണ് സംഭാരം. ഒരു ഗ്ലാസ് സംഭാരം നിങ്ങൾ ഉച്ചയ്ക്കത്തെ ഭക്ഷണത്തിന് ശേഷം കഴിക്കാനായിട്ട് നോക്കുക. സംഭാരം ഇവിടെ കൂടുതൽ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലത്തെ ഗട്ട് ബാക്ടീരിയാസിന് വളരെ നല്ലതാണ്. ശരീരത്തിലത്തെ ബാക്ടീരിയാസിനും നല്ലതാണ്, ഡൈജഷനും വളരെയധികം നല്ലതാണ്. സംഭാരം എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ 2 സ്പൂൺ തൈര് എടുക്കുക. 2 സ്പൂൺ തൈരിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളകിന്റെ പൊടിയും കുറച്ച് ജീരകം ഉണ്ടെങ്കിൽ ജീരകത്തിന്റെ പൊടി കുറച്ച് മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയിലും കൂടി വെട്ടിയിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ സംഭാരമായി. നിങ്ങൾക്കിത് ഓഫീസിലേക്ക് വേണമെങ്കിൽ ഇതൊരു ഗ്ലാസ് കൊണ്ടുപോവുകയും ചെയ്യാം. ഇനി ഈ ലഞ്ച് എങ്ങനെ കഴിക്കേണ്ടതെന്ന് കൂടി പറഞ്ഞുതരാം കേട്ടോ. ആദ്യം നിങ്ങൾ സാലഡ് കഴിക്കുക. സാലഡ് കഴിച്ചതിന് ശേഷം ചോറും കറിയും എന്താണോ അത് കഴിച്ചതിന് ശേഷം സംഭാരം ഒരു ഗ്ലാസ് കുടിക്കാനായിട്ട് കൂടി നോക്കുക. വയറ് ഫില്ലായിട്ട് നിങ്ങൾക്ക് തോന്നും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരു 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം വെള്ളം കുടിക്കാനും കൂടി മറക്കരുത്. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ലഞ്ച് ഫിനിഷ് ചെയ്യുന്നത്. ലഞ്ചിന് ശേഷം നമുക്കൊരു ഈവനിങ് സ്നാക്കിലേക്ക് പോവാം. ഈവനിങ് ടൈമിൽ ഒരു 4 മണി നേരത്ത് അല്ലെങ്കിൽ 5 മണി നേരത്ത് നിങ്ങളൊരു സ്പെഷ്യൽ ആയുർവേദിക് ടീ അതുണ്ടാക്കി കുടിക്കണം. ഇതെങ്ങനെ ഉണ്ടാക്കാന്ന് നമ്മൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ 1.5 ഗ്ലാസ് വെള്ളം എടുക്കുക. 1.5 ഗ്ലാസ് വെള്ളത്തിലേക്ക് ഇത്ര പോന്ന സൈസിൽ ഇഞ്ചി തൊലി കളഞ്ഞിട്ട് കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസാക്കുക അല്ലെങ്കിൽ ചതച്ചിട്ട് ആ വെള്ളത്തിലേക്ക് ഇടുക. വെള്ളം നന്നായിട്ട് തിളച്ച് ആ ഒരു 1.5 ഗ്ലാസ് ഒരു ഗ്ലാസ് ആവുന്നത് വരെ തിളപ്പിക്കുക. ആ വെള്ളം ചൂടാറി എന്നിട്ട് അത് അരിച്ചു മാറ്റി വെക്കുക. ആ വെള്ളം ചൂടാറി വരുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ തേനും അതുപോലെ തന്നെ കുറച്ച് പുതിനയുടെ ഇല നമ്മൾ നുള്ളി നുള്ളി ഇങ്ങനെ ഇടുക. പിന്നെ അതിലേക്ക് അരമുറി നാരങ്ങ ഇത്രയും കൂടി മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾ ആ ഒരു ടീ പതുക്കെ പതുക്കെ ഇങ്ങനെ സിപ്പായിട്ട് കുടിക്കാനായിട്ട് നോക്കുക. ഇതിൽ നമ്മൾ ഉപയോഗിച്ച ഇഞ്ചി, തേൻ, നാരങ്ങ ഈ ഒരു 3 കോമ്പിനേഷൻ ഫാറ്റ് ലോസിന് വളരെയധികം സഹായിക്കുന്ന ഒരു കാര്യമാണ്. ഇതിന്റെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കഴിക്കാവുന്ന മറ്റൊരു കാര്യമാണ് 5 ബദാം. ബദാമിന്റെ കുറച്ചും കൂടി ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ കുതിർത്ത് അതിന്റെ തൊലി കളഞ്ഞ് കഴിക്കാൻ കൂടി നമ്മൾ ശ്രദ്ധിക്കുക. അപ്പൊ നമ്മുടെ ലഞ്ചും അതുപോലെ തന്നെ ഈവനിങ്ങിലത്തെ സ്നാക്സും കഴിഞ്ഞു. ഇനിയാണ് നമ്മുടെ ഡിന്നർ വരുന്നത്. ഡിന്നർ നിങ്ങൾ മാക്സിമം ഒരു 7 മണിക്ക് കഴിക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. പക്ഷെ എല്ലാവർക്കും പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. മാക്സിമം ഒരു 8:30-ക്കുള്ളിലേക്ക് ഫിനിഷ് ചെയ്യാനായിട്ട് നോക്കുക. ഡിന്നറിൽ ഇനി എന്താണ് കഴിക്കേണ്ടത് നോക്കി കഴിഞ്ഞാൽ 2 ചപ്പാത്തി. ചപ്പാത്തിക്ക് പകരമായിട്ട് ഞാൻ ഈ ഒരു വീഡിയോസിലുണ്ടല്ലോ ധാരാളം ഓപ്ഷൻസ് പറയുന്നുണ്ട്. ഈ തിന, ചാമ, റാഗി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ട് നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് പറ്റും. കാണണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. അതിൽ ഏതെങ്കിലും ഒരു ഫ്ലോർ വെച്ചിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പൊടി വെച്ചിട്ട് ചപ്പാത്തി പോലെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ നിങ്ങൾക്ക് കഴിക്കാം. മാക്സിമം ഒരെണ്ണം അല്ലെങ്കിൽ 2 എണ്ണം. ഇതിന്റെ കൂടെ നിങ്ങൾ ഒരു ബോള് എഗെയിൻ നമ്മൾ ഈ മുളപ്പിച്ചിട്ടുള്ള ധാന്യങ്ങളിൽ എന്തെങ്കിലും മുളപ്പിച്ചിട്ടുള്ള പയറുവർഗ്ഗങ്ങളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഉൾപ്പെടുത്താം. അതിന്റെ കൂടെ നിങ്ങൾക്ക് കുറച്ച് തോരൻ. സാലഡ് നിങ്ങൾ കഴിക്കരുത്. രാത്രി ഞാൻ സാലഡ് ഒഴിവാക്കിയിട്ടാണ് ഞാൻ ലഞ്ചിലേക്ക് അത് റീപ്ലേസ് ചെയ്തത്. കാരണം രാത്രി നമ്മൾ പച്ചയ്ക്ക് ഇത്തരത്തിലുള്ള സാലഡ് കഴിക്കുമ്പോൾ ദഹിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് രാത്രി നിങ്ങൾ സ്പെഷ്യലി കുറച്ച് തോരൻ കൂട്ടിയിട്ട് നിങ്ങൾ ഫുഡ് കഴിക്കാനും കൂടി നോക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഡിന്നറിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത്. എഗെയിൻ ഞാൻ പറയാണ്, ഭക്ഷണത്തിന് ഒരു മണിക്കൂറിന് ശേഷം നിങ്ങൾ വെള്ളം കുടിക്കാനും കൂടി ശ്രദ്ധിക്കണം. ഞാനിവിടെ 7 മണിക്ക് കൂടുതലും ഭക്ഷണം കഴിക്കാൻ പറയുന്നത് നമ്മൾ രാത്രി കിടക്കുന്നതിന് മുന്നേ ആയിട്ട് ഭക്ഷണം നന്നായിട്ട് ദഹിക്കും. ഇല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, കഴിച്ച ഉടനെ നമ്മൾ പോയി കിടന്നുറങ്ങുകയാണ് ചെയ്യുക. ഇതിലൂടെ നിങ്ങളുടെ ഫാറ്റ് കൂടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാനായിട്ട് നോക്കുക. ഇത്രയും ചെറിയ ചെറിയ കാര്യങ്ങളാണ് കേട്ടോ നമ്മുടെ ഈ ഫാറ്റ് ലോസിനെ സഹായിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈവനിങ്ങിൽ വളരെ ലൈറ്റ് ആയിട്ട് നിങ്ങൾക്ക് തന്നത്. കാരണം ഈവനിങ്ങിൽ ലൈറ്റ് ആയിട്ട് കഴിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് വിശക്കും. അപ്പൊ നമ്മൾ പെട്ടെന്ന് തന്നെ ഡിന്നർ കഴിക്കാനായിട്ടും കൂടി ശ്രദ്ധിക്കും. പിന്നെ രാത്രിയത്തെ ഭക്ഷണം കഴിച്ചതിന് ശേഷം ചെറുതായിട്ടൊന്ന് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് നടക്കാനായിട്ടും കൂടി പോവുക. ഇത് നമ്മുടെ മൈൻഡ് ഒന്ന് ഫ്രഷ് ചെയ്യിക്കാനും നമ്മുടെ കഴിച്ച ഭക്ഷണം നല്ല രീതിയിൽ ദഹിക്കാനും വളരെയധികം സഹായിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. പിന്നെ അവസാനമായിട്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, നിങ്ങൾ എത്രത്തോളം കഴിക്കണം എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞിട്ടോ അല്ല. നിങ്ങളുടെ വയറിനോട് തന്നെ നിങ്ങൾ ചോദിക്കുക. നിങ്ങൾക്ക് ഇപ്പോൾ ഒരെണ്ണം കഴിക്കാൻ പറ്റുള്ളൂ, ഒരു ചപ്പാത്തി കഴിക്കാൻ പറ്റുള്ളൂ എങ്കിൽ അത്രമാത്രം കഴിച്ചാൽ മതി. 2 എണ്ണം അങ്ങനെ വാരി വലിച്ച് കഴിക്കണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അപ്പൊ അതും കൂടി ശ്രദ്ധിക്കുക. പിന്നെ ഇവിടെ ഈ പറഞ്ഞിട്ടുള്ള ഡയറ്റ് എന്ന് പറയുന്നത് ഒരു ഷോർട്ട് ടേമിലേക്കുള്ള ഒരു ഡയറ്റ് അല്ല കേട്ടോ, ലോങ് ടേമിലേക്കുള്ളത് തന്നെയാണ്. നമുക്ക് സീസൺ അനുസരിച്ച് പച്ചക്കറികളാണെങ്കിലും കാര്യങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കും. പക്ഷെ ഈ പ്രിൻസിപ്പിള് സെയിം തന്നെയാണ്. അപ്പൊ നിങ്ങൾ ഏകദേശം ഒരു മാസം കൊണ്ട് ട്രൈ ചെയ്താൽ തന്നെ ഈ ഒരു ഡയറ്റിലേക്ക് നിങ്ങൾ പോയാൽ തന്നെ നല്ല രീതിയിൽ നിങ്ങൾക്ക് ആ ഒരു മാറ്റം എന്തായാലും കാണാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും ഫാറ്റ് ലോസിനും വെയിറ്റ് ലോസിനും ഒക്കെ തയ്യാറെടുക്കുന്നവരെ തീർച്ചയായിട്ടും ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി അല്ലെങ്കിൽ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. ചാനൽ പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ കൂടി മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.